ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. മധുവിധുവിന്റെ നല്ല നാളുകൾക്ക് ശേഷം നന്ദൻ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. മീനു അലക്കി തേച്ച കുറെ ഡ്രസ്സുകളുമായി മുറിയിലേക്ക് എത്തി. കയ്യിലിരുന്ന തുണികൾ നന്ദനെ ഏൽപ്പിച്ച് അല്പം മാറി നിന്നു. കണ്ണുകൾ നനഞ്ഞിറങ്ങുന്നത് തടയുവാനാകുന്നില്ലെങ്കിലും അത് നന്ദൻ അറിയാതിരിക്കാൻ അവർ നന്നേ പാടുപെട്ടു. എത്ര പെട്ടെന്നാ ദിവസങ്ങൾ പോയത് അല്ലേ മീനു? ഞാൻ പോയാൽ അമ്മയുടെ കാര്യമൊക്കെ നോക്കിക്കോണം കേട്ടോ. ഇടയ്ക്ക് നിന്റെ വീട്ടിലും പോയി അവരെയൊക്കെ ഒന്ന് കണ്ടുവാ. ഞാൻ അവിടെ ചെന്നാൽ ഉടൻ നിന്നെ കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. നന്ദൻ പെട്ടി ഒരുക്കുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. മീനു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അയാൾ തലയുയർത്തി നോക്കി. അപ്പോഴാണ് നിയന്ത്രണമില്ലാതെ ഒഴുകുന്ന ആ കണ്ണുകൾ നന്ദൻ ശ്രദ്ധിച്ചത്. അയാൾ അവൾക്കരികിലെത്തി. ഹേയ് മീനു, എന്താ ഇത്? ഇങ്ങനെയാണോ നീ എന്നെ യാത്രയാക്കുന്നത്? അവൾ തേങ്ങിക്കൊണ്ട് ആ തോളിലേക്ക് ചാഞ്ഞു. നന്ദൻ താൻ അണിയിച്ച മോതിരക്കൈ തന്റെ കൈകളിൽ എടുത്തു. മൈലാഞ്ചി ചോപ്പ് ഇനിയും മാഞ്ഞിട്ടില്ല. നന്ദന് വിഷമം തോന്നി. അയാൾ അവളുടെ തല ഉയർത്തിപ്പിടിച്ച് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. നെറുകയിലെ കുങ്കുമം തുടച്ചു വൃത്തിയാക്കി. എന്താ മീനു ഇത്? എനിക്ക് വിഷമമില്ലെന്നാണോ നീ കരുതുന്നത്? പോയല്ലേ പറ്റൂ. എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെയും കൊണ്ടുപോകും അങ്ങ് കെനിയയിലേക്ക്. അതുവരെ മോളൊന്ന് ക്ഷമിക്ക്. എനിക്കറിയാം നന്ദേട്ടൻ ചുമ്മാ പറയുന്നത് എന്നെ സമാധാനിപ്പിക്കാൻ. എടി മണ്ടൂസേ, നിന്നെ പിരിഞ്ഞിരിക്കാൻ ഇനി എനിക്ക് ആവില്ല. സത്യം? സത്യം. നീ വേഗം ചെന്ന് ബാക്കി സാധനങ്ങൾ കൂടി എടുത്തുകൊണ്ട് വന്നേ. ദേ, ഈ രാത്രി കൂടി എനിക്കുള്ളൂ. അത് വെറുതെ ഇങ്ങനെ കരഞ്ഞു കളയല്ലേ എന്റെ പൊന്നുമീനു. നന്ദൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കാതുകളിൽ എന്തോ മന്ത്രിച്ചു. അത് കേട്ട മീനു നാണിച്ചു വിടർന്ന മുഖവുമായി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോഴാണ് നന്ദന്റെ ഫോൺ ശബ്ദിച്ചത്. ജോലി സ്ഥലത്ത് കൂടെ താമസിക്കുന്ന സുഹൃത്തിന്റെ നമ്പറാണ്. നന്ദൻ ഫോൺ എടുത്തു. എന്താടാ ഈ നേരത്ത്? അവർ രണ്ടുപേരും സ്പീക്കർ ഓൺ ചെയ്താണ് സംസാരം. അളിയ, നീ അവിടെ എന്തെടുക്കുവാ? ദേ, ഇവിടെ ഓഫീസിനടുത്ത് നല്ലൊരു സാധനം വന്നിട്ടുണ്ട്. നീ ഒന്ന് പെട്ടെന്ന് വാ, എന്നിട്ട് വേണം നമുക്ക് പഴയതുപോലെ ഒന്ന് അർമാദിക്കാൻ. ദേ ഹരീഷെ, ഞാൻ ഇനി ആ പരിപാടിക്കൊന്നുമില്ല. ഇവിടെ എന്നെ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ഒരു പെണ്ണുണ്ട്, എന്റെ മീനു. അവളൊരു പാവമാണ്. അവളെ മറന്ന് എനിക്കിനി ഒന്നും വേണ്ട. ചെയ്ത തെറ്റുകൾ തിരുത്താനാവില്ല, പക്ഷെ ഇനിയുള്ള കാലമെങ്കിലും അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കണം. ദേണ്ടടാ, ഇവനെന്നാ ശ്രീരാമനായത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഓ, അല്ലേലും ചിലവന്മാരിങ്ങനെയാടാ. കല്യാണം കഴിഞ്ഞ ഉടനെ തുടങ്ങും ഹരിചന്ദ്രനെ പിടിക്കാൻ. രണ്ടുപേരും മാറി മാറി കളിയാക്കുന്നുണ്ട്. നന്ദൻ ഫോൺ കട്ട് ചെയ്തു. വേർപാടിന്റെ ദുഃഖവുമായി ആ രാത്രി കഴിഞ്ഞുപോയി. എയർപോർട്ടിൽ നിന്നും പിരിയുമ്പോൾ നന്ദൻ ഒന്നേ ആ മുഖത്തേക്ക് നോക്കിയുള്ളൂ. മീനുവിന്റെ മുഖം കരഞ്ഞു തുടങ്ങിയിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കാതെ നടന്നു. ഭാരമുള്ള മനസ്സുമായിട്ടാണ് നന്ദൻ തിരികെ കെനിയയിൽ എത്തിയത്. റൂമിലെത്തിയ ഉടൻ അവൻ മീനുവിനെ വിളിച്ചു. മീനു, എന്തെടുക്കാ നീ? ഞാൻ എത്തിയിട്ടോ. നന്ദന് മറുപടിയായി ഒരു തേങ്ങൽ മാത്രമാണ് കേട്ടത്. മീനു, നല്ല ക്ഷീണമുണ്ട്, ഞാൻ നാളെ വിളിക്കാം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ നന്ദേട്ടാ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എന്നെ കൂടി വിഷമിപ്പിക്കല്ലേ മീനു. ഏയ് ഇല്ല, നന്ദേട്ടൻ ഇടയ്ക്ക് വിളിച്ചാ മതി. അവൾ പെട്ടെന്ന് സങ്കടം ഉള്ളിലൊതുക്കി. ഐ റിയലി മിസ് യു മീനു. ഗുഡ് നൈറ്റ്. അയാൾ ഫോണിലൂടെ അവൾക്കൊരു ചുംബനം കൈമാറി. അടുത്ത നാൾ ജോലിക്കെത്തിയ നന്ദനെ ഓഫീസിൽ എല്ലാവരും ചേർന്ന് കളിയാക്കി. നന്ദ, എന്ത് പറയുന്നു പുതിയ ജീവിതം? ട്രീറ്റ് വേണം കേട്ടോ. ഓ, അതിനെന്താ, ആവാലോ, വീക്കെൻഡ് ആവട്ടെ. നന്ദൻ തന്റെ സീറ്റിലിരുന്ന് ജോലി തുടങ്ങി. എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത, പറയാനാവാത്ത ഒരു ക്ഷീണം. കുറെ ദിവസം ലീവിൽ. നല്ല മടി പിടിച്ചിരിക്കുന്നു, നന്ദൻ ഓർത്തു. കുറെ നേരം ശ്രമിച്ചുവെങ്കിലും തുടരാനാവുന്നില്ല. ഒരു തലകറക്കം പോലെ. നന്ദൻ ടേബിളിലേക്ക് ചാഞ്ഞു. നന്ദൻ, എന്തു പറ്റി? ഡോക്ടറെ കാണിക്കണോ? ഞാൻ വന്ന മുതൽ ശ്രദ്ധിക്കുകയാണ്. എന്തെങ്കിലും വയ്യായി ഉണ്ടോ? അടുത്ത ടേബിളിലെ സുഹൃത്ത് ഹരീഷ് ചോദിച്ചു. ഒന്നുമില്ല, ഇന്നലെ നാട്ടിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. കാലാവസ്ഥയുടെ മാറ്റമായിരിക്കും, ശരിയാവും. ഓ, ഓക്കെ. ഹരീഷ് തിരികെ തന്റെ ചെയറിലേക്ക് ഇരുന്നു. തുടർന്നുള്ള ദിവസങ്ങൾ നന്ദൻ വല്ലാതെ പ്രയാസപ്പെട്ടു. ചെറിയൊരു അസ്വസ്ഥത വിട്ടുമാറാത്ത ചുമയായി മാറി. തുടരെയുള്ള ചുമ കൂടെയുള്ളവരെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നന്ദൻ അത് മറയ്ക്കാനായി നന്നേ പാടുപെട്ടു. പിന്നീടുള്ള നാളുകൾ നന്ദന് ആകാംക്ഷയും ഭീതിയുമാണ് സമ്മാനിച്ചത്. ദേഹം ശോഷിച്ച പോലൊരു തോന്നൽ. സ്വയം കണ്ണാടിക്ക് മുന്നിൽ പലതവണ തന്റെ ആരോഗ്യം വിലയിരുത്തി. പ്രത്യേക കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ദേഹത്ത് അവിടെവിടെയായി പുണ്ണുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ അതിന്റെ കാരണങ്ങൾ ആലോചിച്ച് തല പുകച്ചു. പുറത്തുനിന്ന് കഴിക്കുന്ന ആഹാരത്തിൽ സംശയങ്ങൾ ഉടലെടുത്തു. ഹോട്ടലും ഭക്ഷണവും മാറ്റി നോക്കി. സോപ്പുകൾ മാറ്റി ഉപയോഗിച്ചു. ആകാംക്ഷയും ഭയവും ഒരു തരം മാനസിക വിഭ്രാന്തിയിലേക്ക് വഴിമാറി. അവ ഉറക്കമില്ലാതെ ഭയപ്പെടുത്തുന്ന രാത്രികൾ സമ്മാനിച്ചു. എന്തുകൊണ്ടോ ഭാര്യ മീനുവിന്റെ ഫോൺ കോളുകൾ നന്ദൻ ഏറെ ഭയന്നു.
മധുവിധു തീരും മുൻപേ ഉപേക്ഷിച്ചു പോരേണ്ടി വന്ന പെണ്ണിനോട് ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ പോലും ആവുന്നില്ലല്ലോ എന്ന ചിന്ത മാനസികമായി ഏറെ തളർത്തി. അത് സ്വയം വെറുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. പതിവ് പോലെ അന്നും മീനുവിന്റെ വീഡിയോ കോൾ വന്നു. നന്ദൻ അത് മനഃപൂർവ്വം കട്ട് ചെയ്ത് തിരികെ വിളിച്ചു. എന്താ കോൾ കട്ട് ചെയ്തത്? ഞാനൊന്ന് കാണാൻ വിളിച്ചതാ, അവൾ പരിഭവം പറഞ്ഞു. വേഗം പറയ്, അല്പം തിരക്കിലാ ഞാൻ. നന്ദേട്ടൻ എവിടെയാ? അയാൾ വല്ലാതെ പരിഭ്രാന്തനായി. സ്വയം പഴിച്ചു. മുറിയിൽ ഇരുന്നു കൊണ്ട് ഓഫീസിലാണെന്ന് നുണ പറഞ്ഞു തിരക്ക് അഭിനയിച്ചു. എന്താ മീനു, ഞാനിവിടെ നല്ല തിരക്കിലാ, വേഗം പറയ്. നന്ദേട്ടന് എന്താ പറ്റിയേ? 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്നോട് ശരിക്കും സംസാരിക്കുന്നില്ല, ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. അങ്ങനൊന്നുമില്ല, എന്താന്നറിയില്ല, 2 ദിവസമായി വല്ലാത്ത ക്ഷീണം പോലെ. അസുഖമൊന്നും വെച്ചിരിക്കേണ്ട നന്ദേട്ട, ഡോക്ടറിനെ കാണിക്കൂ. കാണാം. അതെ നന്ദേട്ട, ഞാനൊരു വിശേഷം പറയാനാ വിളിച്ചത്. എന്താ മീനു? ഊഹിക്കാമോ? നീ ടെൻഷൻ എടുക്കാതെ കാര്യം പറയണ്ടേ മീനു. നന്ദന്റെ വാക്കുകൾ അല്പം പരുക്കനായി തോന്നി മീനുവിന്. ഒന്നുമില്ല, അത് അത് ഇങ്ങനൊരു സാഹചര്യത്തിൽ പറയാനുള്ളതല്ല നന്ദേട്ട. ഞാൻ അത് പറയുമ്പോൾ എനിക്ക് നന്ദേട്ടന്റെ മുഖം കാണണം. നമ്മൾക്കിടയിൽ വേറൊരു ടെൻഷനും ഉണ്ടാവരുത്. നന്ദേട്ടൻ ഡോക്ടറിനെ കണ്ടിട്ട് വിളിക്കൂ. നീ ദേഹം നോക്കണം കേട്ടോ. നേരത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണേ മീനു. നന്ദൻ പതിവ് പോലെ ഫോണിലൂടെ അവൾക്കൊരു ചുംബനം നൽകി. അന്ന് രാത്രി നന്ദന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ തന്നെ ഒരു ഡോക്ടറിനെ കാണിക്കാനുള്ള ഉറച്ചൊരു തീരുമാനവുമായി നേരം വെളുപ്പിച്ചു. രാവിലെ തന്നെ നന്ദൻ ഒരുങ്ങി ഒരു ഡോക്ടറിനെ കാണാനെത്തി. ഡോക്ടർ തന്റെ മുറിയിലിരിക്കുന്ന നന്ദന്റെ വിറയാർന്ന വാക്കുകളെ ശ്രദ്ധയോടെ കേൾക്കുന്നതിനിടയിൽ അയാളുടെ ശരീരത്തിൽ പ്രത്യക്ഷമായ വ്രണങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പകർത്തി. പതിയെ ഡോക്ടർ നന്ദനോട് സംസാരിച്ചു തുടങ്ങി. നന്ദൻ, താങ്കൾ എത്ര നാളായി ഇവിടെ? 4 വർഷമായി സാർ. മാരീഡ് ആണോ? യെസ്, ജസ്റ്റ് മാരീഡ്. വൈഫ്? ഇല്ല, അവൾ ഇപ്പോൾ ഇവിടെ എന്റെ കൂടെ ഇല്ല. ഓക്കെ, നമുക്ക് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ശരി ഡോക്ടർ. ബ്ലഡ് പരിശോധനയ്ക്ക് കൊടുത്ത ശേഷമുള്ള നന്ദന്റെ നിമിഷങ്ങൾ ഏറെ ഭയാനകമായിരുന്നു. ഒടുവിൽ ഡോക്ടർക്ക് മുന്നിൽ ബ്ലഡ് റിപ്പോർട്ടുമായി നന്ദൻ എത്തി. റിസൾട്ട് പരിശോധിച്ച ഡോക്ടർ നന്ദന്റെ മുഖത്തേക്കൊന്ന് ദയനീയമായി നോക്കി. നന്ദൻ അദ്ദേഹത്തിന് മുന്നിൽ ഇരുന്ന് വിറയ്ക്കുന്നത് ഡോക്ടർ ശ്രദ്ധിച്ചു. സോറി നന്ദൻ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ നാട്ടിലെ ആൺവർഗം ചെന്നെത്തുന്ന അപകടകരമായ ഒരു പാതയിലാണിപ്പോൾ താങ്കളും. ആഫ്രിക്കയിലെ കെനിയ എയ്ഡ്സ് രോഗികൾ ഏറെയുള്ള സ്ഥലമാണെന്ന് തനിക്കറിയാം. താനും എത്രയോ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായത്തിന്റെ ഭാഗമായിട്ടുണ്ട്. താനും ഭയന്നതു തന്നെയാണ്. ഒടുവിൽ തനിക്കും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. നന്ദന്റെ മുഖം ഭയത്തെ നേരിടുന്ന നിമിഷങ്ങളായിരുന്നു അത്. യെസ് മിസ്റ്റർ നന്ദൻ, ബ്ലഡ് റിപ്പോർട്ടിൽ HIV പോസിറ്റീവ് ആണ് സാർ. നന്ദന്റെ ചുണ്ടുകൾ വാക്കുകൾ തേടി വിതുമ്പി. എന്ത് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല നന്ദൻ. താങ്കളെ പോലുള്ള വിദ്യാഭ്യാസ സമ്പന്നർക്ക് എങ്ങനെ ഈ തെറ്റ് പറ്റുന്നു എന്ന് എനിക്ക് അറിയുന്നില്ല സാർ. അപ്പോൾ എന്റെ വൈഫിന്? തീർച്ചയായും ചാൻസ് ഉണ്ട് നന്ദൻ. അവർക്കുള്ള പരിശോധനയും ചികിത്സയും എത്രയും പെട്ടെന്ന് ചെയ്യുക. 2 കൈകൊണ്ടും തലമുടി കോതി ഒരു ഭ്രാന്തനെ പോലെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന നന്ദനെ ഡോക്ടർ തിരികെ വിളിച്ചു. നന്ദൻ തിരിഞ്ഞു നോക്കി. നന്ദൻ, ഈ അസുഖത്തിന് ചികിത്സയേക്കാൾ ആവശ്യം ആത്മധൈര്യമാണ്. ചെറുത്തു നിൽക്കാനുള്ള കഴിവ് നേടുകയാണെങ്കിൽ ഒരുപക്ഷെ താങ്കൾക്കിതിനെ നേരിടാനാവും. ഡോക്ടറുടെ ആ ആശ്വാസവാക്കുകൾ നന്ദന് ഒട്ടും സമാധാനമേകിയില്ല. ഭൂതകാലത്തിലെ വിവരക്കേടുകളും എടുത്തുചാട്ടവും ചോരത്തിളപ്പും എല്ലാം അപ്പോൾ വലിയൊരു അഗ്നികുണ്ഡമായി മനസ്സിൽ കത്തിയെരിയുവാൻ തുടങ്ങിയിരുന്നു. എങ്ങനെയൊക്കെയോ നന്ദൻ തന്റെ മുറിയിലെത്തി. ഒരു സാധാരണ വ്യക്തിത്വം മാനസിക വിഭ്രാന്തിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോൾ. വാതിലുകൾ വലിയ ശബ്ദത്തോടെ ശക്തമായി തള്ളി തുറന്ന് നന്ദൻ അകത്തു കടന്നു. ദേഷ്യം അടക്കാനാവാതെ ഉറക്കെ നിലവിളിച്ചു. മുന്നിൽ കണ്ട ബുക്സും റിമോട്ടും എല്ലാം എടുത്ത് ആഞ്ഞു വീശി. ബെഡിലെ തുണികളെല്ലാം വലിച്ചു താഴെയിട്ടു. ഒടുവിൽ ഇട്ടിരുന്ന ഷർട്ട് വലിച്ചു കീറി. സ്വയം കൈകളും കവിളുകളും എല്ലാം ഭയത്തോടെ തലോടി നോക്കി. തികച്ചും ഒരു ഭ്രാന്തന്റെ അവസ്ഥയിലേക്ക് മാറിയ നന്ദൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി. ഷവറിനടിയിൽ ഏറെ നേരം നനഞ്ഞിരുന്നു. തിരികെ മുറിയിലെത്തി. വെള്ളം മുറ്റുന്ന തല തുടയ്ക്കാതെ, ചിന്തകൾക്ക് കടിഞ്ഞാണിടാനാവാതെ മരണത്തെ മുഖാമുഖം കാണുവാൻ തുടങ്ങി. ഒരു ആത്മഹത്യയെക്കുറിച്ചുള്ള പദ്ധതികൾ മാത്രമായിരുന്നു അപ്പോൾ ആ മനസ്സിൽ. പക്ഷേ ഇടയ്ക്ക് കയറി വന്ന മീനുവിന്റെ നിഷ്കളങ്കമായ മുഖം അതിനൊരു തടസ്സമായി. ചിന്തകളെ പിന്തിരിപ്പിച്ചുകൊണ്ട് മീനുവിന്റെ ഫോൺ കോൾ വന്നു. നന്ദൻ ഫോൺ കട്ടാക്കി. വീണ്ടും മീനു വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ശബ്ദം ഒന്ന് ഒരുക്കിയെടുത്ത് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പോടെ നന്ദന്റെ വിറയ്ക്കുന്ന കൈകൾ ആ ഫോണിലേക്ക് നീണ്ടു. ഏറെ നേരത്തെ ആശയക്കുഴപ്പത്തിനൊടുവിൽ നന്ദൻ കോൾ എടുത്തു. പറയും മീനു. എത്ര നേരമായി നന്ദേട്ടാ ഞാൻ വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തെ? ഡോക്ടർ എന്താ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ല മീനു. സത്യം? സത്യം. നീ എന്താ വിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞത്? വല്ലാത്ത ടെൻഷനിലല്ലായിരുന്നോ നന്ദേട്ടൻ? അതാ അപ്പോൾ പറയാതിരുന്നത്. ഇനി പറയാം.
ഉം എന്റെ മീനു, നീ സസ്പെൻസ് കളഞ്ഞിട്ട് കാര്യം പറയ്. അത് പിന്നെ നന്ദേട്ടൻ ഒരു അച്ഛനാവാൻ പോകുന്നു. ഏയ്, നീ ചുമ്മാ എന്തെങ്കിലും പറയല്ലേ മീനു. അവൾക്ക് തമാശ പറയാൻ കണ്ടൊരു നേരം. നന്ദന്റെ മട്ടും ഭാവവും ഒക്കെ മാറി, കണ്ണുകൾ തനിയെ നിറഞ്ഞു. കുട്ടിയും ചട്ടിയും ഒന്നും ഇപ്പോൾ വേണ്ട, കല്യാണം കഴിഞ്ഞ് 2 മാസമല്ലേ ആയുള്ളൂ, നന്ദൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ഒരച്ഛനാകാൻ പോകുന്നു എന്നറിയുമ്പോൾ തുള്ളിച്ചാടുന്ന നന്ദന്റെ ചിത്രം മനസ്സിൽ പതിച്ച മീനു തീരെ പ്രതീക്ഷിക്കാത്തൊരു മറുപടിയായിരുന്നു അത്. എന്റെ നന്ദേട്ടൻ ഇങ്ങനെയല്ല, എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. എന്താ നന്ദേട്ടാ, ജോലിയിൽ എന്തെങ്കിലും? ഓ, ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ എന്തിരിക്കുന്നു. വേണ്ട നന്ദേട്ടാ, എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. പക്ഷെ നന്ദേട്ടനെ എന്തോ അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. 1 മാസമേ ഞാൻ ആ നെഞ്ചിലെ ചൂട് പറ്റി കിടന്നിട്ടുള്ളൂ എങ്കിലും ആ നെഞ്ചിടിപ്പിന്റെ താളം ഒന്ന് മാറിയാൽ എനിക്കറിയാം, എത്ര വലിയ പ്രശ്നമായാലും ഈ മീനു നന്ദേട്ടനൊപ്പം ഉണ്ടാവും. എന്തു തന്നെ ആയാലും നമുക്കത് ഒരുമിച്ച് നേരിടാം. അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് പോരൂ. ഉള്ളത് കൊണ്ട് ഇവിടെ സന്തോഷമായി കഴിയാം. നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ്. ആ കുഞ്ഞുമൊത്ത് നന്ദേട്ടനൊപ്പം കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കണം എനിക്ക്. അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഉം എനിക്കറിയാം നിന്നെ. നീ ഈ സമയത്ത് ടെൻഷൻ ആവല്ലേ മീനു. മീനു ഫോൺ കട്ട് ചെയ്തു. മീനുവിന്റെ വാക്കുകൾ നന്ദൻ അല്പം കരുത്തേകുന്നവയായിരുന്നു. നെഞ്ചിൽ ആളിക്കത്തിയിരുന്ന തീയിന്റെ ചൂട് അല്പം ഒന്ന് ക്ഷമിച്ചു. അടുത്ത ദിവസം നന്ദൻ ഓഫീസിലെത്തി. MD-യുടെ മുന്നിലേക്ക് തന്റെ രാജിക്കത്ത് നീട്ടി. റെസിഗ്നേഷൻ? എന്തു പറ്റി നന്ദൻ, പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ഏയ്, പെട്ടെന്നൊന്നുമല്ല സാർ, നല്ല പോലെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണിത്. എനിക്ക് ഇനിയുള്ള കാലം ഭാര്യയും കുടുംബവും ഒക്കെയായി നാട്ടിൽ കഴിയണമെന്നാണ് ആഗ്രഹം. ഓ, അതാണോ കാര്യം? നോക്കൂ നന്ദൻ, ഇത് എടുത്തുചാട്ടമാണ്. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതാണ് ഇങ്ങനൊരു തോന്നൽ. അതിന് വൈഫിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ? അല്ല, അത് ശരിയാവില്ല സാർ. എനിക്ക് നാട്ടിലേക്ക് പോകണം. തീരുമാനത്തിൽ മാറ്റമില്ല. ഒടുവിൽ നന്ദന്റെ ഉറച്ച തീരുമാനത്തിന് അദ്ദേഹം സമ്മതം മൂളി. മഴയുള്ള ഒരു അർദ്ധരാത്രി നന്ദൻ പെട്ടിയുമായി നാട്ടിലെത്തി. ആ സമയത്ത് വാതിലിൽ മുട്ടുമ്പോൾ അത് ഭർത്താവാണെന്ന് ഒരിക്കലും മീനു കരുതിയില്ല. വാതിൽ തുറന്ന് നന്ദനെ കണ്ട് അവൾ കുറച്ചുനേരം സ്തംഭിച്ച് നിന്നുപോയി. പക്ഷെ പ്രതീക്ഷിച്ച സ്നേഹപ്രകടനങ്ങളൊന്നും തന്നെ അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാത്രമല്ല, വീടിനകത്തേക്ക് കയറി ഉറ്റവരെയും ഗർഭിണിയായ മീനുവിനെയും കണ്ട നന്ദന്റെ മുഖം പെയ്യാൻ വെമ്പുന്ന കാർമേഘം കണക്കെ ഇരുണ്ടിരുന്നു. പെട്ടെന്നുള്ള വരവും രാത്രിയിൽ കിടപ്പറയിൽ പോലും മുഖം ധരാതെയുള്ള സംസാരവും മീനുവിന് ഏറെ സംശയങ്ങളുണ്ടാക്കി. മഴ മണ്ണിൽ പതിക്കുന്ന ആ ശബ്ദത്തിന് കാതോർത്തവൾ നേരം വെളുപ്പിച്ചു. താൻ കരുതിയതിനേക്കാളൊക്കെ ഏറെയാണ് നന്ദന്റെ മാനസികാവസ്ഥ എന്ന് അവൾ ഊഹിച്ചു. ഏറെ നാൾ കഴിഞ്ഞെത്തിയ ഭർത്താവിൽ നിന്നുണ്ടായ പെരുമാറ്റം അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. രാവിലെ ചായക്കപ്പുമായി നന്ദനരികിലെത്തി. ചായ? അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. അതുകൂടിയായപ്പോൾ മീനുവിന് പിടിച്ചു നിൽക്കാനായില്ല. അവൾ അവനരികിലേക്ക് ചെന്നു നിന്നു. നന്ദേട്ടൻ പോയ പോലെയല്ല തിരിച്ചെത്തിയിരിക്കുന്നത്. വരുന്ന വിവരമൊന്നും പറഞ്ഞ പോലുമില്ല. ഗർഭിണിയാണെന്നറിയുമ്പോൾ ഒരു ഭർത്താവിൽ നിന്നും ലോകത്തേതു ഭാര്യയെ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങൾ ഞാനും പ്രതീക്ഷിച്ചു. പക്ഷെ അതേക്കുറിച്ച് ഒരു വാക്കുപോലും നന്ദേട്ടൻ എന്നോട് ചോദിച്ചില്ല. എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നന്ദേട്ടന്റെ ഭാര്യയാണ്. എന്തു തന്നെയായാലും അതെനിക്കറിയണം. ഈ ടെൻഷൻ ഇനി വയ്യ. ഇത് നമ്മുടെ കുഞ്ഞിനെ കൂടി ബാധിക്കും. അവൾ പൊട്ടിക്കരഞ്ഞു. മീനു, പ്ലീസ് കരയരുത്. നീ ആ വാതിലുകൾ അടയ്ക്ക്. ഞാൻ എല്ലാം പറയാം. എനിക്കും മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കണം. മീനു വാതിലുകൾ അടച്ചു താഴിട്ടു. ഇനി പറയൂ, എന്താ നന്ദേട്ടന്റെ പ്രശ്നം? മീനു, അത് നന്ദേട്ട പ്ലീസ്, ഈ നാടകം മതിയാക്കൂ. എനിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനുണ്ടാവും കൂടെ. എനിക്കെല്ലാം അറിയണം. പറയൂ. ആ മുറിക്കുള്ളിൽ നന്ദന്റെ മനസ്സ് തുറന്നപ്പോൾ പുറത്തു പെയ്തിരുന്ന രാമഴ പോലെ നന്ദന്റെ മനസ്സും മീനുവിന്റെ മനസ്സിന്റെ മുറ്റത്ത് പെയ്തു തോർന്നു. പെയ്തിറങ്ങിയ വാക്കുകളിൽ തന്റെ താലിയുടെ കെട്ടുറപ്പ് നേർത്തു വരുന്നതായി മീനുവിന് തോന്നി. വെറുപ്പും പുച്ഛവും ദേഷ്യവും നിസ്സഹായതയും ദയയും എല്ലാം ചേർന്ന നവരസങ്ങളുടെ സമ്മേളനമായിരുന്നു അപ്പോൾ മീനുവിന്റെ മനസ്സിൽ. തീരുമാനങ്ങൾ എടുക്കാനാവാതെ കത്തുന്ന കടലിന്റെ നടുക്കിൽ ഒറ്റയ്ക്കായിപ്പോയൊരു പ്രതീതി. പല വർണ്ണങ്ങളുള്ള സ്വപ്നക്കുമിളകൾ തന്റെ മുന്നിൽ പറന്നു വന്ന് പൊട്ടിച്ചിതറിക്കൊണ്ടിരുന്നു. ഇടയിൽ എപ്പോഴോ അവളറിയാതെ ഒരു ജീവൻ തുടിക്കുന്ന അടിവയറ്റിൽ തന്റെ കൈകൾ ചേർത്ത് വെച്ചു. ആ കണ്ണിൽ നിന്ന് അപ്പോൾ ഒലിച്ചിറങ്ങിയത് രക്തമാണെന്ന് നന്ദന് തോന്നി. ഏറെ നേരത്തെ വൈകാരിക നിമിഷങ്ങൾക്കൊടുവിൽ ആ വാതിലുകൾ തുറന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ജനലരികിൽ നിന്ന് ദൂരേക്ക് നോക്കി. രാത്രിമഴ കഴിഞ്ഞ് മങ്ങിയ വെളിച്ചവുമായി എത്തിയ സൂര്യൻ അപ്പോൾ പതിയെ തെളിയാൻ തുടങ്ങിയിരുന്നു. നന്ദൻ പതിയെ എഴുന്നേറ്റ് മീനുവിന്റെ അരികിലെത്തി. മീനു, എന്തെങ്കിലും പറയ്. എന്നെ നിനക്ക് ശിക്ഷിക്കാം. അതെങ്കിലും ചെയ്യൂ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലുണ്ട്. മീനു ഒന്നും മിണ്ടിയില്ല. അയാൾ അവളുടെ കാലുകളിൽ വീണു. കണ്ണുനീർ ആ കാലുകളെ നനയിച്ചു. നന്ദേട്ടൻ, എണ്ണീക്കൂ. മീനു തന്റെ കണ്ണുകൾ തുടച്ചു. അല്പം ധൈര്യം സംഭരിച്ച് സംസാരിച്ചു തുടങ്ങി. നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും. തെറ്റ് പറ്റിപ്പോയി. അത് ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ നന്ദേട്ടന്റെ ഭാര്യ എന്ന പദവിക്ക് ഞാൻ അർഹയല്ല.
ദൈവം നമുക്ക് തന്നെ ഈ പരീക്ഷണത്തെ നമുക്ക് സന്തോഷം കൊണ്ട് നേരിടാം. മിച്ചമുള്ള ജീവിതം മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളും ജീവിക്കും. ഒഴുകുന്ന കണ്ണുകളുമായി നന്ദൻ അവളെ ഇറുക്കി അണച്ചു. അവൾ തന്റെ മനസ്സിൽ മിന്നിമാഞ്ഞുകൊണ്ടിരുന്ന വികാര വ്യതിയാനങ്ങൾ മിഴികൾക്കുള്ളിൽ ഒതുക്കി ആരും കാണാതെ ആഞ്ഞടച്ചു. വേനലും മഴയുമായി എത്തിയ വർഷങ്ങൾ നന്ദനും മീനുവിനും ആത്മധൈര്യം പകർന്നു നീങ്ങി. വർഷങ്ങളെ അതിജീവിച്ചത് ദാമ്പത്യത്തിലെ ഒരു നാൾ. മീനു, മോൻ റെഡിയായോ? ഓ ദേ അവനെ ഷൂ ഇടിക്കുക. അവന്റെ മെഡിസിൻ ബോക്സ് വെക്കാൻ മറക്കല്ലേ. അതൊക്കെ വെച്ചു. നന്ദേട്ടൻ ഒന്ന് വന്നേ, മോന് നേരെ ആവുന്നു. നന്ദൻ ഒരുങ്ങിയെത്തി. മോനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. ഡാഡി ടാറ്റ. ബൈ മോനു. ഡാഡിയുടെ മോൻ മരുന്ന് കഴിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നന്ദൻ കുഞ്ഞിനെ ഉമ്മ വെച്ചു. ദേ വാൻ വന്നു, മോൻ വന്നേ. മീനു അവന്റെ കൈ പിടിച്ച് റോഡിലേക്ക് നടന്നു. ആ വാനിൽ കയറ്റി ഇരുത്തി തിരികെ മടങ്ങി. ആ മീനു, ഞാൻ ഇറങ്ങുന്നു. പിന്നെ നീ ആ ലാപ്ടോപ്പിന്റെ ചാർജർ ബാഗിൽ വെച്ചോ? കഴിഞ്ഞ തവണ മീറ്റിങ്ങിന് ചാർജർ ഇല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടി. ആ എല്ലാം വെച്ചിട്ടുണ്ട് നന്ദേട്ടാ. മീനു നന്ദന്റെ മൊബൈൽ അയാളുടെ പോക്കറ്റിൽ ഇട്ടുകൊടുത്തു. അയാൾ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ച് യാത്ര പറഞ്ഞിറങ്ങി. പതിവ് പോലെ വലിയൊരു സദസ്സായിരുന്നു അന്നും നന്ദനെ കാത്തിരുന്നത്. പ്രതീക്ഷയും വിശ്വാസവും നഷ്ടപ്പെട്ടവർ അതിജീവനത്തിനായി നന്ദന്റെ വാക്കുകൾക്ക് കാതോർത്തിരുന്നു. നന്ദൻ സംസാരിച്ചു തുടങ്ങി. പല സാഹചര്യങ്ങളിൽ അറിയാതെ വലിയൊരു ചുഴിയിൽ പെട്ടുപോയവരാണ് നമ്മൾ എല്ലാവരും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ തോൽവിയും ഇനി വലിയൊരു വിജയത്തിന്റെ ആദ്യ പടവുകളായിക്കോട്ടെ. തോൽവിയിൽ നിന്ന് ജയത്തിലേക്ക് ഏറെ ദൂരമില്ലെന്ന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റിന് ഒരു ആയുസ് മുഴുവൻ ഉരുകി തീരേണ്ടതല്ല. എന്റെ ഒരേ ഒരു തെറ്റിനെ എന്റെ ഭാര്യ അംഗീകരിച്ചതാണ് എന്റെ വിജയം. അവൾ അന്ന് അതിന് തയ്യാറായില്ലെങ്കിൽ ഞാൻ ഇന്ന് അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ ഈ വേദിയിൽ നിൽക്കില്ലായിരുന്നു. നിങ്ങളോടൊപ്പമുള്ള ഉറ്റവർക്കും നിങ്ങളെ മനസ്സിലാക്കാനും പൊറുക്കാനും ചേർത്തു നിർത്താനും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദന്റെ വാക്കുകൾ ജീവിതയാത്രയിൽ എപ്പോഴോ എങ്ങനെയൊക്കെയോ ആഴമളക്കാനാവാതെ അഴുക്കുചാലുകളിൽ വീണ് കരപ്പറ്റാനാവാതെ അലയുന്ന ആ സദസ്സിലെ ഓരോരുത്തർക്കും തിരുത്തലുകളുടെ, നല്ല നാളെയുടെ, പ്രതീക്ഷയുടെ, അതിജീവനത്തിന്റെ വാക്കുകൾ ആയിരുന്നു.